നമ്മുടെ ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ എല്ലാ കുട്ടികൾക്കും തുല്യമായ പഠനാവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക സാമ്പത്തിക അസമത്വം ഇപ്പോഴും കുട്ടികൾ നേരിടുന്നുണ്ടോ? കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് അധ്യാപകരും വിദ്യാലയം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ശാരീരികവും മാനസികവുമായ തൊട്ടുകൂടായ്മ ഇപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്നുണ്ടോ വിദ്യാലയങ്ങളിൽ? രാജ്യത്ത് എവിടെയും സ്ഥിരതാമസമാക്കാനും ജോലി ചെയ്യാനും പൗരന്മാർക്ക് തുല്യ അവസരങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കുന്നുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറ്റേണ്ട സമയമായോ? നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 65 ബോർഡുകളാണുള്ളത്. കേരളത്തിൽ 10 കൂടുതൽ ബോർഡുമുണ്ട്. വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറിയോ? നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യമായ രീതിയിൽ ഉള്ള അറിവ് ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നില്ല എന്നതായതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും അതിൽ കൂടെ കൂടുതൽ തട്ടിപ്പുകളും നടക്കുന്നത്. അവർ തട്ടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ അവരെ അനുവദിക്കുകയാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്താൽ അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് പോകത്തില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ചില ടീച്ചർമാരെല്ലാം അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെയാണ് പേപ്പർ ലീക്ക്. അങ്ങനെയുള്ള ടീച്ചർമാർ വിചാരിക്കാതെ ഒരിക്കലും പേപ്പറും ലീക്കേജും അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ടീച്ചർമാർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ കേരള ബോർഡ് നന്നായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ കാലം മാറുമ്പോൾ കാലത്തിനൊത്ത് മാറാൻ പഠിക്കണം. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വേറെ വഴിക്ക് പോകും. ഈ CBSE സ്റ്റേറ്റ് ICC അത് കൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പല ബോർഡുകൾ ഉണ്ടാകുന്നതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ മാർക്ക് അനുസരിച്ചാണ് അവർക്ക് അടുത്ത അവരുടെ ഉന്നത പഠനത്തിനുള്ള അഡ്മിഷൻ ലഭിക്കുന്നത്. അവരുടെ അറിവ് ഇപ്പോൾ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആ കേരള സിലബസിൽ പഠിക്കുന്ന സിലബസിൻ്റെ അത്ര അറിവേ കാണത്തുള്ളൂ. പക്ഷേ CBSE ICC പഠിച്ചിറങ്ങുന്ന കുട്ടി അവർക്ക് എക്സ്ട്രാ നോളേജ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ കോമ്പറ്റേറ്റീവ് വേൾഡിലേക്ക് അവർ ഇറക്കി വിടുന്നത്. ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരേ സിലബസ് ആക്കണം. നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവരുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. കഴിവുള്ള കുട്ടികൾ ഇഷ്ടം പോലെ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ കാശില്ല എന്നതുകൊണ്ട് മാത്രം അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ തുല്യമായ വിദ്യാഭ്യാസമാണോ നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊടുക്കുന്നത്? പകുതി പോലും നമ്മൾ കൊടുക്കുന്നില്ല. എന്നിട്ടും പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, പേപ്പർ ലീക്കേജ് ചെയ്തും മറ്റു രീതിയിലും നമ്മുടെ നേതാക്കളുടെ പുത്രന്മാർക്ക് പേപ്പർ ലീക്ക് ചെയ്ത് ടീച്ചർമാരുടെ കുട്ടികൾക്ക് പേപ്പർ ലീക്കേജ് ചെയ്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്താണിത്? നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? പണമുള്ളവൻ്റെ മകൻ എന്തു വേണേലും ചെയ്യാം. രാഷ്ട്രീയക്കാരുടെ മക്കൾ, ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ മക്കൾ, ഇവരെല്ലാം ഗവൺമെൻറ് സ്കൂളിലാണോ പഠിക്കുന്നത്? എന്താ അവർ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാതെ? ഗവൺമെൻറ് സ്കൂളിലെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? സ്റ്റേറ്റ് സിലബസിലും ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും CBSEയിലുള്ള തന്നെയുള്ള സിലബസ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലും പ്രൊവൈഡ് ചെയ്യണം. എല്ലാം ഒന്നും വേണമെന്നില്ല, പക്ഷേ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരേ രീതിയിൽ പഠിച്ചു പോയാലേ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് വരുമ്പോൾ കുട്ടികളുടെ കാര്യം തുല്യ രീതിയിലാവത്തുള്ളൂ. കുട്ടികൾക്ക് തുല്യ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന ചിന്തയോടുകൂടി വൺ നേഷൻ വൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പദ്ധതി പണ്ടേ ആരംഭിച്ചതാണ്. പക്ഷേ അത് ഒരിടത്തും എത്തിപ്പെടുന്നില്ല. കാരണം ആ കേസ് ഇപ്പോൾ CBSEയോട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പദ്ധതി വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഉന്നയിക്കുന്നത് എന്തെന്നാൽ പ്രാദേശിക ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമെന്ന്. കുട്ടികൾക്ക് റീജിയണലായിട്ടുള്ള അറിവുകളെല്ലാം ലഭിക്കത്തില്ല. അവർക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവും. പുതിയ സിലബസിലേക്ക് മാറുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് അത് ഏറ്റെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവും. അവർക്ക് ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാവും. വർദ്ധിച്ച ജോലിഭാരം ഉണ്ടാവും. ടീച്ചർമാർക്കൊക്കെ ജോലിഭാരം കൂടും. നമ്മുടെ ടീച്ചർമാർ പറഞ്ഞ ഒരു മാലാഖയാണ്. അവർ കുട്ടികളെ നന്നാക്കി അവർ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല വിദ്യാർത്ഥികളെ ഉണ്ടാക്കി വിടുക എന്നതും കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നല്ല വിദ്യാർത്ഥികൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ തന്നെ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? പിന്നെ നമ്മുടെ കുട്ടികൾ കൂടുതൽ പേരും മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു. വേറെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ നല്ല ജോലി സാധ്യതകളുണ്ടെങ്കിൽ അവർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവർ നിൽക്കും. അതിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല ജോലി സാധ്യതകൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ സിലബസ് എല്ലാം ഒന്നാക്കണം. എന്നാലേ ജോലി സാധ്യത എല്ലാം ഈക്വൽ ആവത്തുള്ളൂ. ഈക്വലായിട്ടുള്ള ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മൈഗ്രേഷൻ കുറയണമെങ്കിൽ ഈക്വലായിട്ടുള്ള നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം കുട്ടികൾക്ക്. പിന്നെ ചിലവ് വർദ്ധിക്കുമെന്ന് വിദ്യാഭ്യാസം അങ്ങനത്തുള്ളൊരു വിദ്യാഭ്യാസം വരുമ്പോൾ കുട്ടികൾക്ക് ചിലവ് വർദ്ധിക്കാതെ കുട്ടികൾക്ക് താങ്ങത്തില്ലെന്നാണ് CBSE എന്ന് ഉന്നയിച്ച ഒരു ഇത്. അൺപ്രൊഫഷണലാണെന്ന്. പ്രൊഫഷണൽ അല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം സമയവും പണവും പാഴാക്കുമെന്ന് CBSE എന്ന് കോടതി പറഞ്ഞൊരു കാര്യം.
തമിഴ്നാട് ആണ് ആദ്യം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വൺ നേഷൻ വൺ സിലബസ് എന്ന് പറയുന്ന ഒരു ഇതും കൊണ്ട് തമിഴ്നാട് ആദ്യം മുമ്പോട്ട് വന്നത്. അവരുടെ കേസും CBSE വാദിച്ച് CBSE അവസാനം ആ കേസും തള്ളിപ്പോകായിരുന്നു. പക്ഷേ എൻ്റെ ഒരു രീതിയിൽ വൺ നേഷൻ, തമിഴ്നാട് ഉന്നയിച്ചു വരുന്ന വൺ നേഷൻ വൺ സിലബസ് അതാണ് വേണ്ടത്. വൺ നേഷൻ വൺ എഡ്യൂക്കേഷൻ അല്ല വേണ്ടത്. നമ്മൾ റീജിയണൽ ലാംഗ്വേജും എല്ലാവരും അറിയണം. നമ്മുടെ കേരളത്തിലെ ഭാഷയും തമിഴ്നാട്ടിലെ പിള്ളേർ തമിഴ്നാട്ടിലെ ഭാഷയും കന്നഡയിലുള്ള പിള്ളേർ കന്നഡയിലെ ഭാഷയും തെലുങ്കാനയിലുള്ള പിള്ളേർ തെലുങ്കാനയിലെ ഭാഷ അറിയണം. റീജിയണൽ ലാംഗ്വേജും അവരറിയണം. പക്ഷെ അതുകൊണ്ട് തന്നെ വൺ നേഷൻ വൺ സിലബസ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരള ബോർഡ് എന്ന ബോർഡ് കൂടുതൽ സഫീഷ്യൻ്റ് ആണ്. ഓരോ സ്ഥലത്തുള്ള സ്റ്റേറ്റിലുള്ള ബോർഡിന് അതിനുള്ള അതോറിറ്റി കൊടുത്തിട്ട് സിലബസ് എല്ലാം സെയിം ആക്കാൻ CBSEയിലെയും ICSEയിലെയും നമ്മുടെ കേരള സിലബസ് എല്ലാം സെയിം ആക്കി ഒരു ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. എന്നാലേ ഈ പൂവർ റിച്ച് എന്നുള്ള ആ വേർതിരിവ് മാറത്തുള്ളൂ. ഇപ്പോഴും CBSE പിള്ളേർക്ക് കേരള സിലബസിലെ പിള്ളേരെ കണ്ടാൽ പുച്ഛമാണ്. അത് മാറണം. ആ വേർതിരിവ് ഇല്ലാതാക്കണം.